വെള്ള, നീല, മഞ്ഞ, പച്ച, ചുവപ്പ് നിരനിരായുള്ള ആ വർണ്ണ കാഴ്ചകളിൽ ഒരു നിമിഷം ആരുടെയും കണ്ണുടക്കും. ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബൊളീവിയയിലെ പർവ്വത നഗരമായ എൽ ആൾട്ടോയിൽ തകരഷെഡുകൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ കുടിലുകളുടെ ആകാശ കാഴ്ചകളാണത്. മനോഹരമായ ആ കാഴ്ചയ്ക്ക് തൊട്ടു പിന്നിൽ വലിയൊരു ദുരന്തം വാ പിളർന്നു നിൽക്കുന്നുണ്ട്. മഴയും മണ്ണിടിച്ചിലുമായി ഇടിഞ്ഞിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മരണമുനമ്പിൽ ജീവൻ പണയം വെച്ച് കഴിയുന്ന ഒരു സമൂഹമുണ്ട്. അധികൃതരുടെ നിരന്തര മുന്നറിയിപ്പുകൾക്കിടയിലും അവിടെ നിന്ന് ഒരടി എങ്ങോട്ടും മാറാനില്ലെന്ന ഉറച്ച നിലപാടിലാണ് അവർ. ഐമാറ മന്ത്രവാദികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക സംഘമാണ് ആത്മഹത്യാ കുടിലുകൾ എന്ന് വിളിക്കപ്പെടുന്ന ആ കൂരകളിൽ കഴിയുന്നത്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുള്ള അമേരിന്ത്യൻ ജനവിഭാഗമാണ് ഐമാറകൾ. പെറുവിലും ബൊളീവിയയിലും ചിലിയിലും അർജന്റീനയിലുമായി 23 ലക്ഷത്തോളം വരും ഇവർ. പച്ചമാമ എന്ന് വിളിച്ച് ഭൂമി മാതാവിനെ ആരാധിക്കുന്നവർ. ഐമാറ തന്നെയാണ് ഇവരുടെ സംസാര ഭാഷ. ഇക്കൂട്ടർക്കിടയിൽ ആത്മീയ ചികിത്സയ്ക്കും പച്ചമാമയ്ക്കുള്ള നൈവേദ്യ പ്രാർത്ഥനയ്ക്കുമെല്ലാം നേതൃത്വം നൽകുന്ന വിഭാഗമാണ് യാത്രികൾ എന്ന പേരിലും അറിയപ്പെടുന്ന ഐമാറ മന്ത്രവാദികൾ. എൽ ആൾട്ടോയിലെ 200 അടിയോളം താഴ്ചയുള്ള ആ മലഞ്ചെരിവ് ഏത് നിമിഷവും നിലം പൊത്തുന്ന സ്ഥിതിയിലാണുള്ളത്. അവിടെ കുടികെട്ടി പാർക്കുന്ന മന്ത്രവാദികളോട് അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് നഗരഭരണകൂടം പലതവണ മുന്നറിയിപ്പ് നൽകിയതാണ്. എന്നാൽ ആത്മഹത്യാ കുടിലുകൾ വിട്ട് എങ്ങോട്ടുമില്ലെന്ന ഉറച്ച നിലപാടിലാണ് ഐമാറ ശാമനുകൾ. ഓരോ നിമിഷവും കാൽക്കീഴിലെ മണ്ണിടിഞ്ഞിടിഞ്ഞ് ജീവൻ അപകടക്കയത്തിന് തൊട്ടരികിൽ നിൽക്കുമ്പോഴും ആ കുടിലുകൾക്കകത്ത് പച്ചമാമയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയിൽ വ്യാപൃതരാണ് ഈ മന്ത്രവാദികൾ. ഐമാറകളുടെ രോഗങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും ജീവിത പ്രയാസങ്ങൾക്കുമെല്ലാം പ്രതിവിധി കണ്ടെത്താനുള്ള കർമ്മങ്ങളിൽ നിരതരാണവർ. ഭരണകൂടം നിരന്തരം മുന്നറിയിപ്പുമായി പടിവാതിൽക്കൽ എത്തുമ്പോഴും പച്ചമാമ തങ്ങളെ സംരക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ അവരെ തിരിച്ചയക്കുകയാണ് ഐമാറകൾ. പ്രാർത്ഥനാ കർമ്മങ്ങളിലൂടെ ഭൂമിയെ തങ്ങൾ തന്നെ പരിപാലിച്ചോളാമെന്ന അവകാശവാദവും അവർക്കുണ്ട്. ഈ പർവ്വതങ്ങളുടെയും താഴ്വരകളുടെയും ആത്മാവിന്റെ സംരക്ഷകരാണ് തങ്ങളെന്നും അവർ പറയുന്നു. ഞങ്ങൾ ഇവിടം വിട്ട് എങ്ങോട്ടുമില്ല. ഇത് ഞങ്ങളുടെ തൊഴിലിടമാണ്. ഈ മണ്ണിനെ ഞങ്ങൾ പരിപാലിച്ചു കൊള്ളാം. മഴവെള്ളം മറ്റിടങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ട് ഇവിടം സുരക്ഷിതമാക്കും. ഒരു ശാമൻ ചികിത്സകനായ മാനുവൽ മാമിനി പറയുന്നു. ഞങ്ങൾ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തും. പച്ചമാമയ്ക്ക് നൈവേദ്യങ്ങൾ ആവശ്യമുണ്ട്. അതിന് അന്നം പോലെയാണ് ഇതെല്ലാം. അതുകൊണ്ട് ഭൂമി എങ്ങോട്ടും മാറിപ്പോകില്ല. ഇവിടെ തന്നെ ഉറച്ചു നിൽക്കും. ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ മറ്റൊരു മന്ത്രവാദിയായ ഗബ്രിയേൽ ലോപ്പസ് ശിവയുടെ മുഖത്ത് തികഞ്ഞ ആത്മവിശ്വാസം. കാലാവസ്ഥാ മാറ്റങ്ങളാണ് എൽ ആൾട്ടോയെ അപകട മുനമ്പിലെത്തിച്ചത്. കനത്ത മഴയിൽ മലഞ്ചെരിവ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്തെ കെട്ടിടങ്ങളും വീടുകളുമെല്ലാം അപായ ഭീഷണി നേരിടുകയാണ്. ഇവിടെ നിന്ന് ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിക്കുമെന്ന് എൽ ആൾട്ടോ നഗരസഭാ കാര്യാലയത്തിലെ ജലശുചിത്വ പരിസ്ഥിതി സെക്രട്ടറി ഗബ്രിയേൽ പാരി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒഴിയാൻ കൂട്ടാക്കിയില്ലെങ്കിൽ ബലപ്രയോഗത്തിലൂടെ മാറ്റേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ബൊളീവിയയുടെ രാഷ്ട്രീയ തലസ്ഥാനമായ ലാ പാസും എൽ ആൾട്ടോയുമെല്ലാം പർവ്വത മേഖലയാണ്. ആൻഡീസ് പർവ്വതനിരയുടെ ഭാഗമാണ് ഈ രണ്ട് പ്രദേശങ്ങളും. ചെങ്കുത്തായ പ്രദേശങ്ങളാണ് ഇവിടെയുള്ളത്. ഡെത്ത് റോഡ് അല്ലെങ്കിൽ മരണപാത എന്ന പേരിൽ കുപ്രസിദ്ധമായ റോഡും സ്ഥിതി ചെയ്യുന്നത് ഇവിടെ തന്നെ. ലാപാസിനും ആൻഡീസ് പർവ്വതനിരയിലുള്ള മറ്റൊരു പ്രദേശമായ യുങ്കാസിനും ഇടയിലാണ് ഈ അപകടപാതയുള്ളത്. അതിസാഹസികമായാണ് ഇതുവഴിയുള്ള സഞ്ചാരം. ചെറിയൊരു അശ്രദ്ധ മതി വലിയൊരു ദുരന്തത്തിന്. കാലൊന്നു തെന്നിയാൽ താഴെയുള്ള ഭീമൻ കൊക്കയുടെ ആഴങ്ങളിലായിരിക്കും പതിക്കുക. റോഡ് മാർഗമുള്ള ഗതാഗതം ദുഷ്കരമായതുകൊണ്ട് തന്നെ കേബിൾ കാറുകളെയാണ് ഇവിടുത്തുകാർ പുറം ലോകവുമായി ബന്ധപ്പെടാൻ പ്രധാനമായും ആശ്രയിക്കുന്നത്.